അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ? സിനിമയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാര് അതേ ഫീൽഡിലുള്ള എന്ന് വെച്ചാൽ സിനിമ നടിമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ഇതാണ്: സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ നടന്മാരായ ദിലീപ്, ജയറാം, തമിഴ് നടൻ സൂര്യ, ബിജു മേനോൻ, ഫഹദ് ഫാസിൽ, ഇവരുടെ എല്ലാം ഭാര്യമാര് സിനിമാ ഫീൽഡിൽ തന്നെ അഭിനയിക്കുന്ന വ്യക്തികളാണ്. ആ ഉത്തരം കറക്റ്റായി പറയുന്നവർക്ക് എന്റെ പോക്കറ്റിൽ നിന്നും 100 രൂപ കിട്ടുന്നതാണ്. വരൂ വരൂ. പറയുള്ളൂ. ആദ്യം ദിലീപിന്റെ. ജ്യോതിക, സംയുക്ത വർമ്മ, നല്ലൊരു ഐഡിയ കൊടുക്കാം. ചേച്ചിക്ക് 100 രൂപ. ഓക്കെ, ഇനി തരാൻ പൈസ ഇല്ല കയ്യില്. അപ്പൊ ഇനി അടുത്തത് ഒരു ചെറിയൊരു ഗെയിമാണ്. എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും അതിനുള്ള ഉത്തരം തരണം. ചോദ്യം ഇതാണ്: നമുക്ക് ഇടയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാര് പല സിനിമയുടെ കഥാപാത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടാവും. ഉദാഹരണം, നമ്മുടെ ഈ വീട്ടിലെ സതീഷേട്ടൻ ബുള്ളറ്റില് കൊണ്ടും മറക്കി കുത്തി ആ താടിയൊക്കെ വളർത്തി വരുമ്പോ ഈ ജോജു ജോർജ് ഇല്ലേ, അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയിൽ, ആന്റണി എന്ന് പറഞ്ഞ സിനിമയില് എനിക്ക് രൂപസാവശ്യം അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾക്കടിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സിനിമ കഥാപാത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഏത് കഥാപാത്രമാണെന്ന് നിങ്ങൾക്ക് പറയാം. അതാണോ സജേട്ടൻ? ബാ, ചേച്ചിമാര് പറയൂ, ആരെങ്കിലും. മടിച്ചിരിക്കല്ലേ. ആരാ കെ പി സി പറയൂ ചേച്ചി. അത് നല്ലൊരിതാണ് കേട്ടോ. തെലുങ്ക് ചേച്ചി കെ പി എസ് എഴുതാം. ഇനി ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് വിലകളെയല്ലേ നമ്മുടെ ഗിരീഷേട്ടാ? ഒന്നും പറയാനില്ല. സതീഷേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. പെട്ടെന്നൊന്നും മൈൻഡിൽ വരുന്നില്ല. ഓ ശരി ശരി ശരി. ഇവിടെ ജിത്തു, സജികുമാർ എന്താണ് എന്റെ പൊന്ന ചേട്ടാ? കഴിഞ്ഞ വർഷത്തെ പരിപാടി ഇതുപോലെ അനുകൂലമാക്കിയാണ്. ഇത്തവണ ഈ പരിപാടിയായിട്ട് വന്ന് നടക്കില്ല കേട്ടോ. ഇറങ്ങിയ ശ്രീരമലർപ്പണ സീതയും ഒത്തുചേർന്ന് പണ്ടൊരു കൂടിൽ ഞമക്ക് പാടും കാലത്ത്. മതി മതി മതി. റിജു വേറെ റിജു റിജു വരൂ, അങ്ങോട്ട് വരൂ. അരി റിജു, ഏത് റിജു? ഓ, നമ്മുടെ മഞ്ജുചേച്ചിയുടെ മകൻ റിജു. ചേക്കന്റെ കാര്യം ഒന്ന് പറയണ്ട ചേച്ചിയെ. നിങ്ങളെ കേൾക്കി, ഈ മഞ്ജു ചേച്ചി ഇല്ലേ, ഞാൻ ഒരു ദിവസം നമ്മളെ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ എന്നെ വിളിച്ചിട്ട് ഒരേ സങ്കടം പറയില്ലേ. എന്താണ് ചെക്കൻ രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം, വെറുതെ ഇരിക്കുക ഒരു ഭാഗത്ത്. ചെക്കൻ എന്ത് വെച്ചാലും മിണ്ടില്ലാന്ന്. ഞാൻ അവസാനം പോയിട്ട് കേട്ടാ മന്നെ റിജു അങ്ങോട്ട് വാ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാണ് ചേച്ചി വിഷമിക്കണത്? വിഷമിക്കണ വെച്ചപ്പോഴേ ഇപ്പൊ ഒന്നും വിടില്ല. ഫോണിലുണ്ട് ഒരു പെണ്ണ് ഇങ്ങനെ കൂട്ടം കൂടി കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലല്ല, ഞാനും അങ്ങനെ വിചാരിച്ചു. അങ്ങനെയൊന്നും അല്ലടാ പിള്ളേരെ. ഈ മറ്റേ സീരിയലിലെ പത്തനംതിട്ടയിലെ നയന അവളുടെ ചങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്ന പറ്റാതായിട്ട് പോകും. എനിക്ക് വയ്യോളപ്പാ. ഇതൊന്നും പറയാണ്ട് പറയണേ. സുമിത്രേ കുടുംബത്തെ എന്താണ് കുടുംബമൊക്കെ അതില് സുമിത്രയില്ല, അവളുടെ സങ്കടം കണ്ടിട്ട് തീരെ സഹിക്കില്ല. എനിക്കാണെങ്കിൽ ഈ മഞ്ജു ചേട്ടൻ സങ്കടം. ഹരി എവിടെ? ഹരി പിടിച്ച് മാറ്റിക്കേ. ഹരി ഹരി എന്നെ പിടിച്ച് ഇവനെ എന്നെ പിടിച്ച് നീ പറയണ്ട. നീ കാര്യം പറയാ. ഈ ചക്കരയില്ല എന്റെ കടയിൽ പതുക്കെ കൂട്ടം കൊടുക്കുന്നത്. ഇവന്റെ നോക്കി അവന്റെ അനിയത്തിക്ക് മൈ കൊടുക്കുക. അവന്റെ അനിയത്തി ഇവിടെ ഈ ചക്കരയുടെ കൂട്ടം കൂടെ ചോദിച്ചോട്ടാ. കൊടുക്കടാ ഉണ്ണി, ഫോൺ കൊടുക്കടാ. അവൻ എങ്ങനെ കൂട്ടം കൂടുക? ഇത്ര പതുക്കെ കൂട്ടം കൂടുക അവൻ. ഇല്ലല്ലോ, ഉറക്കല്ലേ കൂട്ടം കൂടുന്നു. എനിക്കറിയാം, എന്ത് ചോദിച്ചാലും ചക്ക ഉറക്കെ കൂട്ടം കൂടുള്ളൂ. ഇവൻ എന്താ പറയാ, കല്യാണം കഴിച്ചു കൊടുക്കാത്ത പിന്നെ അപ്പനമ്മയും എന്റെ കാര്യം പറയും. കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് വെക്കും. രാത്രി ഇരുന്നിട്ട്
ഭാര്യ എടുത്ത് തുകാര്യം പറഞ്ഞ ഈ പൂജാരി പഞ്ചായത്ത് മുഴുവൻ കേൾക്കും. എങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കാറ്? അതെ ചേട്ടാ, ഒരു മിനിറ്റ് എന്താ നിന്റെ കാര്യം എന്താ? ആ, നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇതുപോലെ പരിപാടിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസ് കേസ് കൊടുത്ത് നല്ല കൊട്ട് കിട്ടിയല്ലേ, എന്നിട്ടും ഈ പരിപാടി എന്താ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഞങ്ങൾ നല്ല എല്ലാവരും നല്ല ഡീസന്റ് ആയ എല്ലാ ആൾക്കാരും നമ്മുടെ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ ഇമ്മാതിരി തോന്നിയാസം കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഭാര്യ നിങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ലേ? ഭാര്യ എത്ര തവണ നിങ്ങളെ പറഞ്ഞ് ഇതാക്കിയതാ? എന്റെ ഭാര്യയുടെ കാര്യം എന്ന് പറഞ്ഞാ ഞാൻ കള്ളു കുടിക്കുന്നതുകൊണ്ട് അവൾക്ക് വിഷയമാണോ എന്ന് ചോദിച്ചാ വിഷയമാണ്. എപ്പോഴാണെന്നറിയോ? അവൾക്ക് രാജ്യസ്നേഹം വരുമ്പോ അവളൊന്നും പറയില്ല. രാജ്യസ്നേഹം ഇല്ലെങ്കിലോ ഞാൻ കള്ളു കുടിച്ചാൽ ഭയങ്കര വിഷയമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഈ രാജ്യസ്നേഹം? ഒന്നുമില്ല. എന്റെ പോക്കറ്റ് ഗാന്ധി കണ്ട അവൾക്ക് രാജ്യസ്നേഹം വരും. പോക്കറ്റ് ഗാന്ധി ഇല്ലെങ്കിൽ രാജ്യസ്നേഹം ഇല്ല. ഇനി ഇതൊക്കെ പോട്ടെ, എന്റെ അല്ല നിന്റെ അല്ല അവന്റെ ഭാര്യ എല്ലാവരും ഭാര്യമാരുടെ കാര്യം അറിയോ നിങ്ങൾക്ക്? ഏത് മോഹൻലാലിന്റെ പടം കണ്ടില്ല? മോഹൻലാലിന്റെ പാട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ കാര്യം പറയാം കേട്ടോ. കേട്ടോ ജാതിമാരെ, അതായത് എന്താ സംഭവം എന്നറിയോ? ഈ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് അവര് വീട്ടിൽ പോണ സന്തോഷമാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇനി അവിടെ പോയിട്ട് ഒരാഴ്ച ഇരുന്നില്ലേ കുട്ടിയെ തിരിച്ചുപാടി വീട്ടിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് അപ്പ അവൾ എന്ന് പറയുന്നറിയോ? ഇടുന്ന അവനെ പോട്ട് അപ്പോഴും ഉണ്ടല്ലോ അങ്ങോട്ടാ പോക്ക് ഇങ്ങോട്ട് വരില്ല. എന്തോ ഒരു നിർത്തിക്ക്. നിങ്ങളുടെ കൂട്ടുകാരല്ല ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ആ സതീഷ് ഏട്ടൻ, അവന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു. അയാൾക്കൊക്കെ നാട്ടില് എത്ര വിലയുണ്ടെന്ന് അറിയോ? ആ വില നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അയാളുടെ മാനം കളയാൻ വേണ്ടി നിങ്ങൾ നടക്കരുത്, വില കളയാൻ വേണ്ടി നടക്കരുത് കേട്ടോ. സതീഷിന്റെ വില ഞാൻ പറഞ്ഞില്ല. പുള്ളി നമ്മുടെ ആളാണ്, ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഈ പുള്ളിക്കാരനെ ഒരു ദിവസം ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പൊ ഏട്ടാ പാലക്കാട് വരെ ഒന്ന് വിടുവോ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ശരി പാലക്കാട് വരെ വിടാം, എത്ര റുപ്യാണ് ഞാൻ? അപ്പൊ അയാൾ പറഞ്ഞു 200 റുപ്യ എന്നാ മതി എന്ന് പറഞ്ഞു. ശരി ഞങ്ങളുടെ വണ്ടി കയറി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, അവിടെ പാലക്കാട്ടിക്ക് പോണത് മുരുടിക്കാട് വെച്ച് അവിടെ സതീശൻ കൈ കാണിച്ചു. സുരേട്ടോ ഞാനും വരുന്നേ പറഞ്ഞു. അങ്ങനെ സതീശനെ കയറ്റി. അപ്പൊ ഞാൻ ഇയാളുടെ ചോദിച്ചേ സതീശൻ കേറിയില്ലേ? അവൻ അധികം പൈസ കൂടുതൽ വാങ്ങി. വേണ്ട 200 റുപ്യ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അതന്നെയാണ്. എനിക്ക് വില അവനെ വില. നീ പറഞ്ഞു 1 റുപ്യ കൂടുതൽ ചോദിച്ചില്ല, അവനെ കയറ്റിട്ട് അവൻ എന്ത് വിലയുണ്ടോ? ഇനി വേറൊരു കാര്യം അറിയാം നമ്മുടെ സതീശന്റെ കാര്യം. സതീശനോട് ഞാൻ ചോദിച്ചു എന്താ സതീശ നീ കല്യാണം കഴിക്കില്ലേ? അപ്പൊ എന്താ പറഞ്ഞറിയോ? ഒന്നോ ആ പെൺകുട്ടി അവിടെ ഉള്ളവളും മലയാളം പഠിക്കണം, അല്ലെങ്കിൽ എന്റെ അമ്മ കന്നഡ പഠിക്കണം. ചേച്ചിന്റെ വായനാളാ നീ? ആ പേരേരാ കാര്യം അറിയാം നിങ്ങക്ക്? ഈ ചെക്കൻ നന്നായി പഠിക്കുവോ? ഈ ചെക്കൻ നന്നായി പഠിക്കുവോ ഇല്ലയോ? നിങ്ങൾ അത് പറയും. ഈ ചേച്ചി ഇടക്കാർക്കാന്ന് പറയേ എന്റെ മകന് A+ ആണ്, എന്റെ മകന് A+ ആണ്, A ആണ് പറയും. ആ ശരി ഇത് പരിഗണിക്കാട്ടാ. ഞാൻ MLA വിളിച്ചിട്ട് അതുകൊണ്ട് ആള് മാറി ഡൗട്ട്. അതായത് ഈ ചെക്കന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഈ ചെക്കനില്ലേ വലിയ വിദ്യാഭ്യാസമുള്ള ചെക്കനാണെന്നാണ് ഈ നാട്ടുകാരും ഈ ലതിയ ചേച്ചിയും പറയണത്. ഞാനൊരു ദിവസം വില്ലേജ് ഓഫീസിൽ പോയി. ഇപ്പൊ അവിടെ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിരിക്കുന്നത്. ഏത് വരുമാന സർട്ടിഫിക്കറ്റ്? അതിലിങ്ങനെ പേപ്പറിൽ പൂരിപ്പിക്കും. എന്തൊക്കെയാണ്? അച്ഛന്റെ വരവ് ചെലവ്, അമ്മയുടെ വരവ് ചെലവ്, ഇതൊക്കെ എഴുതില്ലേ? ഇവ അച്ഛന്റെ വരവ് എന്നുള്ള കോളത്തില് 12 മണിക്ക് MCL നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇവനാണ് A+. ഞാൻ തരാതിരിക്കും. ഇനി അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴോ കുടുംബശ്രീ പോയി അടിയിലാക്കിയിട്ട് എന്താ പറയാം? ഇനി ആരാടാ അവിടെ നിന്റെ ക്ലബിൽ വിളിക്കടാ. കുട്ടികളെ ലെറ്റർ ലെറ്റർ എന്നാള്. എന്റെ പേര് അക്ഷയ, എന്റെ അച്ഛന്റെ പേര് കണ്ണൻ. കാണാൻ നല്ല ആരോഗ്യ ദൃഢഗാത്രനൊക്കെ ആണെങ്കിലും ദുർബല ഹൃദയനായ എന്റെ അച്ഛനെ കഴിഞ്ഞ വർഷത്തെ പോലെ കളിയാക്കരുത് എന്ന അപേക്ഷയും പറയും. ആൾക്കാർ ഇങ്ങനെയൊക്കെ എന്താ നിങ്ങൾ വെച്ചോളൂ, നിങ്ങളെ പേരക്കുട്ടി തന്നതാണ്. അതെ ചേട്ടാ ഒരു മിനിറ്റ്. ഇവിടെ പശുവിനെ കാണാനില്ല എന്നൊരു ചേച്ചി കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ആരെങ്കിലും പശുവിനെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. പശുവിനെ കാണാനില്ല? പശു മാത്രമേ കയറും പോയിട്ടുണ്ടോ? ശരിയാണ്, കയറും പോയിട്ട് എന്ന് പറയാം. നിനക്ക് മനസ്സിലായി അവിടെ പോയി ഈ കയറും പശുന്ന്? എനിക്ക് മനസ്സിലായി ആളെ. പപ്പാ ചേച്ചി മാറി ഒന്നടിക്ക് കയറേ. എന്തിനാണ് വടംവലിക്ക് പ്രാക്ടീസ് നടത്തണേ? ഏത് പശുവും പപ്പാ ചേച്ചി അപ്പുറത്ത് പറഞ്ഞു കയറും പുറത്ത്. കയറ് വെച്ചോളി ചേച്ചിയെ. ആദ്യം പ്രസിഡന്റ് ഇവനാണ് പ്രസിഡന്റ്. ഒരു കാര്യം പറയട്ടെ പ്രസിഡന്റ് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. പ്രസിഡന്റ് ന്യായമായി ഒരു കാര്യം പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചാൽ
കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. എന്തായാലും നമ്മൾ 100 രൂപ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞു? ആരാ ചേച്ചി? ഏതാ ചേച്ചി ഉത്തരം പറഞ്ഞത്? ആ ചേച്ചി. എന്റെ ചേച്ചി ഞാൻ സമ്മതിക്കുന്നത് ദിലീപ് മഞ്ജു വാര്യരെ കെട്ടി, മറ്റേരെ വരെ എല്ലാം കെട്ടി. സൂര്യ ആരെയാണ് കെട്ടിക്കണേ? ജ്യോതികയുടെ സതീശനെ കല്യാണം കഴിച്ചു ഈ നാട്ടുകാർക്ക് കൂടെ അറിയില്ലേ? ആ മത്സരത്തിൽ അവനാണെന്നുണ്ടെങ്കിൽ 2 ട്രോഫിയും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ജ്യോതികയെ കല്യാണം കഴിച്ചു. കിച്ചു പിടിച്ച് മാറ്റി നീ എന്ത് നോക്കി നിൽക്കണ? അതായത് ഇവന് മാത്രം എന്റെ അടുത്ത് സ്നേഹമുള്ളൂ. കഴിഞ്ഞോട്ടാ, നമ്മൾ നിർത്തണം. ഇവന്റെ കാര്യം കൂടെ പറഞ്ഞാൽ കഴിഞ്ഞു. എല്ലാ കുടുംബം നമ്മൾ കൊണ്ടുപോയി. ഇവന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാ? നല്ല ചക്കനാണ്, എനിക്കറിയാം. ഇവനെ ഞാന് അമ്പലത്തിലില്ലേ കണ്ടു നോക്കട്ടെ, കണ്ടു നോക്കാം. ആ ഫോണൊന്നും മാറ്റണം. കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അവനെ നിങ്ങൾ കല്ലെടുത്തറിയാം, എന്നാലും അവൻ ചിരിക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയോ? അമ്പലത്തിൽ പായസമൊക്കെ കൊടുക്കാൻ ഒരാളെ വേണം പറഞ്ഞു. എന്റെ അടുത്ത് പരിചയമുള്ള ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു തിരിച്ചു മകളെ ചക്കര വേണം പറഞ്ഞപ്പോ ഞാൻ ഇവന്റെ പേര് പറഞ്ഞു. ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇവൻ അവിടെ പോയിട്ട് പായസം എടുത്തു കൊടുക്കാൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ചെക്കൻ അമ്പലത്തിന് പായസം എടുത്തു കൊടുക്കാൻ നിൽക്കല്ലേ, ഒന്ന് പായസം കുടിക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഭരണി നക്ഷത്രം കിട്ടോളി. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഭരണിയൊക്കെ കഷ്ടത്ത് വെച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴാ വെച്ചിട്ട് നമ്മളെ കൂട്ടുകാരൻ ലാരി ബിബിന് അവൻ എന്റെ അടുത്ത് പറയണേ, നീ എവിടേക്കാണ്? ഞാൻ പായസം വാങ്ങാൻ പോകേണ്ടവർക്ക്. ഇവന് ദൈവത്തിന് വിശ്വാസമില്ല കേട്ടോളി. ആർക്ക്? ബിബിന് ദൈവത്തിന് വിശ്വാസമില്ല. പായസം കുടിക്കാൻ പറഞ്ഞ വേഗം വീട്ടിൽ നിന്ന് കപ്പി എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അത്തനിക്കൊക്കെ കൊടുത്തു. അപ്പൊ എന്നെ വന്നാണ് ഭരണി, അവന്റെ 3 നക്ഷത്രം കിട്ടോളി. അപ്പൊ എഴുതുന്ന ആളില്ലേ, ഇപ്പൊ പായസം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. ആര്? നമ്മുടെ കിറ്റു. എഴുതുന്ന ആളില്ലേ, അയാൾ അവിടെ നിന്നുണ്ടോ ഭരണി ഒരു പണ പായസം ഭരണി എന്ന് പറഞ്ഞു. ഞാൻ ഭരണി വെച്ചു, വേഗം ഭരണിയിൽ ഒഴിച്ചു കൊടുത്തു. ഇവൻ ആര്? ബിബിൻ ഒരു കടകുതിര പായസം പറഞ്ഞു. ഈ സമയത്ത് ഇവനാണ് ഡപ്പി നോക്കിയിട്ട് കാണില്ല. ഇപ്പൊ എന്താ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഡപ്പി എടുക്കുന്നത്? നമ്മളാണ് പായസം കൊടുത്തിട്ട് ഒരു കട പായസം. ഇതൊക്കെ പോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞേ ദൈവവിശ്വാസമില്ലാത്ത ചക്കരമാവും. ലാത്തൊരു വിളിയുണ്ടത് ഫയർഫോഴ്സൊക്കെ വന്നു പെടുത്താൻ. ഒറ്റ വിളി എന്ത്? ദേവിയെന്നും പറഞ്ഞൊരു വിളി. എന്ത് വിളി? ദേവിയെന്നും പറഞ്ഞൊരു വിളി. ദൈവവിശ്വാസം ഇല്ലാത്തവണേ അപ്പൊ അങ്ങനെ ചെയ്തു അവന്റെ കാര്യങ്ങൾ. എന്നിട്ട് വേറൊരു കാര്യം നിങ്ങള്, ദേവിയൊക്കെ ഇറങ്ങി വന്നു. എവിടുന്ന്? പുതുശ്ശേരി പഞ്ചായത്തിലല്ല, കോട്ടായി പഞ്ചായത്ത്. അവനും കിട്ടി കുണ്ടപാത്രം പോലത്തെ ട്രോഫി. അവന്റെ കയ്യിൽ എന്താ മതി. ഞാനും പരിപാടി നിർത്തി, നിങ്ങൾ പരിപാടി നിർത്തി. നിങ്ങൾ പറയണം. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ കണ്ണാട്ടൻ ആ കണ്ണാട്ടാ, നമ്മുടെ സുമിത് രാജ് ഹാപ്പി ന്യൂ ഇയർ പറയാൻ. അപ്പൊ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.